പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർവപിതാവായ ഇസ്ഹാക്കിൻ്റെ പഠനത്തെ ചൊല്ലി നമ്മൾ ഈ അധ്യായം 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ, കൂടാതെ 35-ാം അധ്യായത്തിൽ 27 മുതൽ 29 വരെ മരണത്തിൻ്റെ ഭാഗം പറയുന്നതാണ്. ആ 3 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം ഇസ്ഹാക്കിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ എല്ലാം കൂടെ ഉള്ള ഒരു അവലോകനം ആണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ 1-ാം ഭാഗം നേരത്തെ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനിടയ്ക്കാണ് കത്തോലിക്ക സഭയുടെ ഒരു പഠനം, ഒരു പ്രഖ്യാപനം വന്നത്. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കാര്യങ്ങളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകരുത്. മറ്റുള്ളവർക്കാണ് അത് പ്രശ്നം കൂടുതൽ. പിന്നെ ആളുകളും സാധാരണ വിശ്വാസികളും കൂടുതലായിട്ട് തെറ്റിദ്ധരിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് പ്രഖ്യാപനം ഉണ്ടായതെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അതിൽ ആ സഭ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല, ഇല്ല, ഇനിയും ഉള്ളതുമില്ല. മറ്റവരുടെ ഒരു സ്വപ്നങ്ങളാണ് അതൊക്കെ. അപ്പം ഇത് ഇസ്ഹാക്കിൻ്റെ ഭാഗം 1-ാം ഭാഗം അതിന് മുൻപ് ചെയ്തിരുന്നു. ഈ അവലോകനം ഇത് 2-ാം ഭാഗമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഇസ്ഹാക്കിൻ്റെ ബലിയർപ്പണത്തിന് ഇസ്ഹാക്കിനെ കൊണ്ടുപോയതും അതിനൊരുങ്ങിയതും, യേശു ക്രിസ്തുവിൻ്റെ ബലിയും കുരിശിലെ ബലി, അതെല്ലാം പറ്റിയുള്ളൊരു താരതമ്യ പഠനം നടത്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഇസ്ഹാക്കിൻ്റെ വിവാഹം കഴിഞ്ഞു. 21 വർഷമാണ് മക്കളില്ലാതെ അവരും കഴിഞ്ഞത്. അബ്രാഹവും അങ്ങനെയായിരുന്നല്ലോ പിതാവും. അപ്പോൾ അതുപോലെ അവർ 21 വർഷവും പ്രാർത്ഥിച്ചു ഉപവസിച്ചു അവർ ഇരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. അപ്പോൾ എന്നിട്ട് അബ്രാഹത്തിൻ്റെ മരണവും സംഭവിച്ചു. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഇവരുടെ ജീവിതശൈലി ഒന്ന് നമുക്ക് നോക്കാം. ഇസ്ഹാക്കിൻ്റെ കാര്യം. അപ്പോൾ റബേക്കയും ഇസ്ഹാക്കും ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് മക്കളുണ്ടായി 21 വർഷത്തെ പ്രാർത്ഥനകളും ഉപവാസവും കാത്തിരിപ്പും എല്ലാം കൊണ്ട് ദൈവം കനിഞ്ഞു മക്കളെ കൊടുത്തു. ഇരട്ടകൾ. മൂത്തവൻ ആണ് ആദ്യം പ്രസവിച്ച മൂത്തവന് ഏസാവും, രണ്ടാമതുള്ള യാക്കോബും. അപ്പം ഇതിൽ 2 പേരെയും മാതാവും പിതാവും വേറിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. കൂടുതലുള്ള സ്നേഹം. മക്കളാണ്, സ്വന്തം മക്കളാണ്. മാതാവിനെ, ഇളയ മകനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അത്രത്തോളം മൂത്ത മകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ഇസ്ഹാക്കാകട്ടെ അപ്പൻ ചെയ്യുന്നത് മൂത്ത മകനെ കൂടുതലായിട്ട് സ്നേഹിക്കും. ഇതിനകത്ത് 2 പേർക്കും പറ്റിയ കാരണങ്ങളുണ്ട്. ഗർഭവതിയായിരിക്കുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുള്ളത് ഗർഭാവസ്ഥയിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവർ തമ്മിൽ മത്സരമൊക്കെ ഇവിടെയും വലിയും അതൊക്കെ അവൾക്ക് വളരെ അസഹ്യമായിട്ട് അമ്മയ്ക്ക് തോന്നി. അപ്പോൾ റബേക്ക കർത്താവിനോട് തന്നെ പ്രാർത്ഥിച്ചു, ഇതെന്താണെന്നാൽ ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. എന്തായിത്തീരും എന്നുള്ളത് എനിക്കൊരു പിടിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ, ദൈവം തന്നെ ഇടപെട്ട് പറഞ്ഞു. ദൈവം തന്നെ ദർശനത്തിൽ അവളോട് പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ 2 കുട്ടികളാണുള്ളത്. അതിൽ മൂത്തവനല്ല അവകാശം കിട്ടുന്നത് ഇളയവനായിരിക്കും. മൂത്തവൻ അവൻ്റെ സേവകനുമായിരിക്കും വളരെ നാൾ. അത് കഴിഞ്ഞ് ഉള്ള അവസ്ഥയിൽ അവൻ പരമസ്വാതന്ത്ര്യം അനുഭവിക്കും, സ്വതന്ത്രനായിരിക്കും. കുറച്ച് നാൾ അങ്ങനെ അവന് സേവകനായിട്ട് തുടരേണ്ടി വരും.
അപ്പോൾ അവകാശവും അനുഗ്രഹം അവനെ ഇനി ഇളയ മകനെ യാക്കോബിൽ കൂടിയാണ് ജനതകൾ അനുഗ്രഹിക്കപ്പെടുന്നത്, വാഗ്ദത്ത സന്തതി അവനായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ അത് അറിഞ്ഞിടം മുതൽ പ്രസവമെല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് റബേക്കായ്ക്ക് ഒരു വലിയ ആഗ്രഹമാണ്, ഇളയവന് വേണം മൂപ്പ് സ്ഥാനം കിട്ടാൻ, അവനെ കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞല്ലോ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവനിൽ കൂടിയാണ് ജനതകൾ ഇനിയും അനുഗ്രഹിക്കപ്പെടേണ്ടുന്നത്. അപ്പോൾ അത് അമ്മയെ ആഗ്രഹിച്ചു. മറ്റവനെ കൊണ്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. ദൈവം അനുഗ്രഹിച്ചവനെയാണ്. പക്ഷേ ദൈവം ആരെയും വിട്ടുകളയത്തില്ല. അതാണ് നമ്മൾ ഇസ്മായിലിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വന്ന് അവരെ വേറിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ചില ഭവനങ്ങളൊക്കെ കാണും, അങ്ങനെ ഓരോരുത്തരും ഓരോ മക്കളെ കൂടുതൽ സ്നേഹിക്കുക, മറ്റുള്ളവരിൽ നിന്നും കൂടുതലായിട്ട് പരിഗണന കൊടുക്കുക എന്ന് വരുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും അസ്വസ്ഥതയാണ്. അവർ തമ്മിൽ അസ്വസ്ഥതയുണ്ടാകും, പിണക്കങ്ങളുണ്ടാകും മക്കൾ തമ്മിൽ. അപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടാകും പിണക്കങ്ങൾ, അത് അസ്വസ്ഥതയുണ്ടാകും, ഇഷ്ടക്കേടുണ്ടാകും ഇതിനെ ചൊല്ലി. അതൊക്കെ സാധാരണ സംഭവിക്കും. അതുപോലെയൊക്കെ ഇവിടെ പക്ഷേ ഇസാക്ക് ചെയ്യുന്നത് റബേക്കായുടെ അതിരറ്റ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവൾ അതുപോലെ തന്നെ തിരിച്ചും സ്നേഹമുണ്ട്, പക്ഷേ മക്കളോട് കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ അത് എപ്പോഴും തെറ്റാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ പറ്റുകയില്ല. അപ്പോൾ ഭാര്യയെ അകമഴിഞ്ഞങ്ങ് സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയെ നിയന്ത്രിക്കുന്ന ഭവനവും അങ്ങനെ തന്നെയാണെന്ന് ഇവിടെ ഇത് പലയിടത്തും പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങി പ്രവർത്തിക്കുന്ന ഭവനം ഒരിക്കലും നല്ലതല്ലാതെ നിലനിൽക്കത്തില്ല. അവളെ അങ്ങനെ ചെയ്യരുത്, ഭർത്താവ് അങ്ങനെ ചെയ്യരുത്. പൂർണ്ണമായിട്ട് അവളെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതിലധികം സ്നേഹിച്ചാലും കുഴപ്പമൊന്നുമില്ല, സ്നേഹിക്കണം. പക്ഷേ കീഴടങ്ങി സ്നേഹിച്ചങ്ങ് കീഴടങ്ങി പോകരുത്. അപ്പോൾ ഭരണം അവൾ ഏറ്റെടുക്കും, അത് ദോഷമായിട്ട് വരും. പിന്നെ നിയന്ത്രണം മുഴുവനും കിട്ടിയാൽ അത് വേറെ രീതിയിലാണ് പോകുന്നത്. നമ്മൾ ഇന്ന് പലയിടത്തും അനുഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിലാണ് റബേക്ക. അതേസമയത്ത് ഇസാക്കാകട്ടെ എന്തുകൊണ്ട് മൂത്ത മകനെ സ്നേഹിക്കുന്നു? അവൻ കൃഷിക്കാരനാണ്, അധ്വാനിക്കുന്നതാണ്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. സാധാരണയുള്ള അന്നത്തെ നിയമം അനുസരിച്ച് മൂത്ത മകനാണ് കുടുംബവും സ്വത്തുക്കളും അധിക പങ്കും, അതായത് മറ്റുള്ള മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി പങ്ക് മൂത്ത മകന് കൊടുക്കണം. അവൻ കടിഞ്ഞൂൽ സന്തതിക്കാണ് എല്ലാ അവകാശവും, കുടുംബത്തിൻ്റെയും അവകാശവുമല്ല. അപ്പോൾ അത് നടത്തേണ്ടുന്നത് അവനാണ്. അതുകൊണ്ട് അവൻ കൂടുതലായിട്ട് രാവും പകലും അധ്വാനിച്ചാണ് ഭവനം കഴിക്കുന്നത്. പക്ഷേ അമ്മ അതിന് വക വെച്ചിട്ടില്ല. ഈ ഇളയ മകനെ എന്നാൽ അവനോടൊപ്പം ജോലിക്ക് വിടുകയോ അതുമില്ല. യാക്കോബിനെ തൻ്റെ ഭവനത്തിൽ കൂടാരത്തിൽ തന്നെ വസിപ്പിച്ചും കൊണ്ട് അവനെ ഓമനിച്ച് അവനെ വളർത്തി വഷളാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ ഭവനത്തിൽ നടക്കുന്നതാണ് ഇതൊക്കെ വരുന്ന കുഴപ്പങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു. ഇസാക്കിന് അവൻ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന വേട്ടയ്ക്ക് പോകുന്ന നല്ല ഒന്നാന്തരം ഒരു വില്ലാളിയായിരുന്നു. വേട്ടയ്ക്ക് കൊണ്ടുവരുന്ന കിട്ടുന്ന വേട്ട ഇറച്ചി തിന്നാൻ വലിയ താല്പര്യമായിരുന്നു. അവൻ വളരെ രുചികരമായിട്ട് പാചകം കൂടെ ചെയ്യുമായിരുന്നു ഏസാവ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന അതിൻ്റെ രുചി പറ്റിയാണ് അപ്പൻ ആ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്, അല്ല മറ്റു കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അവനും ആ ഒരു ചിന്തയുണ്ട് ഏസാവിനും. കാരണം എല്ലാം ഞാൻ മൂത്ത മകനായതുകൊണ്ട് എനിക്കാണല്ലോ എല്ലാം, കുഴപ്പമൊന്നുമില്ല, എല്ലാ അധികാരവുമെല്ലാം എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഭോജനപ്രിയം ഉള്ള ഒരു
അപ്പനാണ്. ഈ ഭോജനപ്രിയം കൂടിയാൽ ഏത് മനുഷ്യർക്കും അത് തെറ്റായിട്ട് വരും, കുഴപ്പമായിട്ട് വരും, ദോഷമായിട്ട് വരും. കാരണം എന്താ, ദൈവമായിട്ടുള്ള ബന്ധം അങ്ങ് വിടും. ലൗകിക ബന്ധമായിപ്പോയി, ജഡിക ബന്ധമായിപ്പോയി. ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുക, അതിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ബന്ധമാകുമ്പോൾ ദൈവത്തിന് അവിടെ സ്ഥാനമില്ലാതാകും. അതാണ് ഇസ്ഹാക്കിൻ്റെയും ജീവിതത്തിൽ കുറേയൊക്കെ അബ്രഹാമിനെ പോലെ ഉള്ള ദൈവത്തോടുള്ള ആ അഭിനിവേശം അത് കുറഞ്ഞു പോയി മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ. അതുവരെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭക്ഷണക്കൊതി നിയന്ത്രിക്കണം, നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ കുഴപ്പം ചെയ്യുമെന്നാണ്. ഭക്ഷണക്കൊതി ഭക്ഷണത്തിൽ അമിത താല്പര്യമുള്ളവൻ, കൊതിയുള്ളവൻ നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് ദൈവമായിട്ടുള്ള ബന്ധം അകൽച്ചയിലാകും. അകൽച്ച ഉണ്ടായാൽ പിന്നെ അത് നികത്താൻ വലിയ പാടാണ്. അപ്പോൾ അവനിൽ ദൈവാത്മാവും എല്ലാം അകലും. അപ്പോൾ ഇസ്ഹാക്കിന് ആദ്യമൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അബ്രാഹാം ആണെങ്കിൽ എന്തിനും ഏതിനും ദൈവത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെ ഉപദേശം തേടുമായിരുന്നു. അപ്പോൾ അബ്രാഹാമിനെ പോലെ ഇസ്ഹാക്കും ദൈവം നയിക്കുന്നവനാണെന്ന് പിൽക്കാലത്ത് പിന്നെ പറഞ്ഞിരുന്നു ആളുകൾ. അവർ താമസിച്ചുകൊണ്ടിരുന്ന രാജ്യത്തെ രാജാവും അധികാരികളും എല്ലാം അങ്ങനെ വന്ന് ഇസ്ഹാക്കിനുള്ളതിനെ നേരിട്ട് പറയുന്നുണ്ട്. അബ്രാഹാമിനും ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവരുമായിട്ടൊരു സഹവർത്തിത്വം ഉടമ്പടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ അവിടുത്തെ ആ രാജാവും ഭരണാധികാരികളും സേനാധികാരികളും എല്ലാവരുമായിട്ട് ചേർന്ന് ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ദൈവം അനുഗ്രഹിച്ച മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടാകും, എല്ലാം കൊണ്ടും ആ രാജ്യം അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവ മനുഷ്യർ ജീവിക്കുന്നിടത്ത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ദൈവം നയിക്കുന്നവരെ എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഉടമ്പടി ഉണ്ടാക്കി. അബ്രഹാമിൻ്റെ അത് കഴിയുമ്പോൾ നമുക്ക് കാണാം, അബ്രഹാമിൻ്റെ കാലത്തെ പോലെ തന്നെ ഒരു ക്ഷാമം 26-ാം അധ്യായത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴവർ ദൈവം തന്നെ ഇടപെട്ട് പറഞ്ഞു, അബ്രഹാം ചെയ്തതുപോലെ അങ്ങോട്ട് പോകണ്ട എന്നുള്ളത് വെച്ചാണ് ദൈവം പറയുന്നത്. കാരണം അബ്രഹാം അങ്ങനെയാണ് ചെയ്തത്. അങ്ങോട്ട് ചെന്നാണ് ഹാഗാറിനെയും ഒക്കെ കൊണ്ടുവന്നത്, കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പത്തിൽ ചെന്ന് ചാടരുത്. അതുകൊണ്ട് പറഞ്ഞു, നീ ഈജിപ്തിലോട്ടൊന്നും പോകരുത്, ഇവിടെ തന്നെ പാർക്കുക, വേറെ ഒരിടത്തും പോകരുത് എന്ന് ദൈവം പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്നിട്ട് അവിടെ തന്നെ പാർത്തുകൊണ്ട് അവിടുത്തെ രാജാവിനോടുമൊക്കെ പറഞ്ഞിരുന്നത്, ഭാര്യയെ പറ്റി പറഞ്ഞത് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞ് അബ്രഹാം ചെയ്തതുപോലെ തന്നെ. കാരണം സഹോദരിയാണെങ്കിൽ അവൾ ഭാര്യയാണെന്ന് പറഞ്ഞ് അവളെ കൈക്കലാക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ, അപ്പോൾ നമുക്കും ജീവഹാനി തനിക്കും പറ്റൂ എന്നൊക്കെയുള്ള വിചാരത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അവസാനം അത് ധാരാളം സമ്പത്ത് ആയിട്ടൊക്കെ അവൻ എല്ലാം അറിഞ്ഞപ്പോൾ ദൈവം തന്നെ അവിടെ ഇടപെട്ടു. അവർക്ക് താക്കീത് കൊടുത്തു, അവൻ്റെ ഭാര്യയാണ്, അവളെ ആഗ്രഹിക്കരുതെന്ന്. അപ്പോൾ അവർ ധാരാളം സമ്പത്ത് കൊടുത്ത് അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. ഇവിടെ നിന്ന് പോയി, കാരണം ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകരുത്, ഞങ്ങളെ ദൈവം നശിപ്പിച്ചെന്ന് വരും ഞങ്ങളുടെ രാജ്യത്തെ എന്ന്. എന്നാലും അവിടെ തന്നെ മാറി വേറെ ഒരു പ്രവിശ്യയിലോട്ട് പോയി താമസിക്കുകയാണ്. എന്നാൽ അവിടെയൊക്കെ ഇസ്ഹാക്ക് അതുവരെ ഇല്ലാതിരുന്ന ദൈവിക ബന്ധമൊക്കെ ധാരാളമായി കൂടുതൽ ദൈവബന്ധത്തിൽ ഉറയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് കാണാം, അവിടെ കിണറുകളൊക്കെ കുഴിക്കുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ അപ്പൻ്റെ കാലത്ത് ഉണ്ടാക്കിയ കിണറുകളെല്ലാം അവർ ഈ ശത്രുക്കൾ നികത്തിയതൊക്കെ വീണ്ടും കുഴിക്കുന്നു. അപ്പോഴിവിടെയും അതുപോലെ ശത്രുക്കളൊക്കെ വന്ന് വീണ്ടും നികത്തുന്നു. അവരോടൊന്നും എതിരിടാൻ പോകുന്നില്ല, ക്ഷമിക്കുകയാണ്. അപ്പം ഇസ്ഹാക്ക് നല്ലപോലെ ക്ഷമിക്കാനും കൂടി പഠിച്ചു. അതെല്ലാം ദൈവത്തെ ഓർത്തെല്ലാം ക്ഷമിക്കുകയാണ്, ദൈവം ചെയ്യേണ്ടത്. വീണ്ടും വീണ്ടും വേറെ പല കിണറുകളും കുഴിക്കുന്നു. അപ്പോൾ അവിടെ നിന്നും വഴക്കിനും ബഹളത്തിനും ഒന്നും പോകുന്നില്ല, അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇസ്ഹാക്ക് നല്ല ഒരു ദൈവമായിട്ടുള്ള ഒരടുത്ത ബന്ധം, ഒരു നീതിബോധത്തിൽ തന്നെ വരികയാണ്. അപ്പം ഇവിടെ നിന്ന് അത് കഴിയുമ്പോഴാണ് ഇസ്ഹാക്ക് ചിന്തിക്കുന്നത്, വെള്ളമൊക്കെ ധാരാളം കിട്ടി, ഒരു കിണർ കുഴിച്ചു. അപ്പോൾ അവിടെ
സ്വന്തമായിട്ട് കൃഷി ഇറക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃഷി ഇറക്കുകയാണ്, ദൈവത്തെ മുറുകെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃഷി ഇറക്കിയപ്പോൾ 100 മേനി ഫലം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആയാലും ഇതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികളെല്ലാം തുടരുകയാണെങ്കിൽ അതിന് 100 മേനി ഫലം ഉണ്ടാകും, അതിന് സംശയമില്ല. നമ്മളിപ്പം ഞാനായാലും നമ്മളെല്ലാവരും തന്നെ സാധാരണ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് ചിലപ്പോൾ ദോഷങ്ങൾ വരുന്നു, അതിൻ്റെ പ്രതീക്ഷിച്ച പ്രയോജനം ഉണ്ടാകുന്നില്ല, അത്രയും നന്മകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾക്ക് നിരാശ വരും. നിരാശ വരാൻ പാടില്ല. ദൈവചിന്തയുള്ളവർക്ക് അത് വരാൻ പാടില്ല. അപ്പോൾ അപ്പോൾ ഇതുവരെയും കഴിഞ്ഞിരുന്നത് അബ്രഹാമിൻ്റെ ആ സൽപ്പേര് മുഖാന്തരമാണല്ലോ ഇസാക്ക് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തെറ്റാണെന്ന്, അതായത് പിതാമഹന്മാരുടെ നന്മകൾ കൊണ്ട് യശസ് കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം, നമ്മൾ സ്വന്തമായിട്ടൊന്നും നേടണ്ട എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാകും. ഇതാണ് നമ്മൾ മേനി പറഞ്ഞ് നടക്കുകയും ചെയ്യും, അവരുടെ മക്കളാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തതികളാണെന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെയാണ് ഇസ്ഹാക്കും ഒക്കെ ധരിച്ചിരുന്നത്. അപ്പൻ്റെ ആ പേരുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെയും സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എന്താണ്, ദൈവമായിട്ടുള്ള ബന്ധം നേരെയാക്കിയപ്പോഴാണ് അവിടെ 100 മേനി ഫലം കിട്ടി, അധ്വാനത്തിന് ഫലം കിട്ടി. അപ്പോൾ ദൈവത്തെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുവരെ അത് ക്ഷമിക്കാൻ പഠിച്ചു, ധാരാളമായിട്ട് ക്ഷമിച്ചു, ഒരു പ്രതികാരവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ഒരു മാർഗദർശനമായിട്ടുള്ള കാര്യമാണ് ഈ 26-ാം അധ്യായം. അതായത് ദൈവത്തെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ സ്വന്തമാക്കണം, അത് അനുഭവമാക്കണം. നമ്മുടെ ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും ദൈവാനുഭവം നിറയണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ദൈവം നമ്മളെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും അവസാനം വരെയും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ 26-ാം അധ്യായം നമുക്ക് ഞാൻ പറഞ്ഞൊരു മാർഗദർശകമാണ്. ഉൽപ്പത്തി 26-ാം അധ്യായം. അതുപോലെ തന്നെ എന്ത് പ്രവർത്തിച്ചാലും ഇസാക്ക് അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മയായിട്ടെല്ലാം വരുമ്പോൾ ബലിയർപ്പിക്കുന്നുണ്ട്. എല്ലാം എന്ത് പ്രവർത്തിച്ചാലും നമുക്കുമുള്ള ഒരു പാഠമാണിത്. അതിനാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് പ്രവർത്തിച്ചാലും ദൈവനാമത്തിൽ ചെയ്യുക, അതിന് നന്ദി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ നമ്മൾ ഒന്നും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ പോരാ, ദൈവത്തോടെ നന്ദി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. സാധാരണയാണ്. നമ്മൾക്ക് ഇവിടെ വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിലാണ് പറയുന്നുണ്ട്. കൊളോസിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7 വാക്യത്തിൽ പറയുന്നത്, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിയപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകണം. അനർഗളമായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോപ്പില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കൃതജ്ഞതാ പ്രകാശനം, ആ കൃതജ്ഞതാ ബലി എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ഏത് ജോലിയിലായിരിക്കുമ്പോഴും നമ്മൾക്കത് സാധിക്കാം. നമ്മൾ അതൊക്കെയാണ് പഠിക്കേണ്ടുന്നത്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിയപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും. ഏതാ? ദൈവവിശ്വാസത്തിൽ. അതാണ് നമ്മൾ സ്വീകരിച്ച വിശ്വാസം കൊണ്ടും അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. അപ്പോൾ ഓരോ കുടുംബങ്ങളിലും നമ്മൾക്ക് ഉള്ള പ്രശ്നങ്ങളുമൊക്കെ ഇതാണ്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നില്ല ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ. അത് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. നമ്മുടെ ഇത് മേന്മ കൊണ്ടൊന്നുമല്ല ഇതൊക്കെ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്.
ദൈവം അനുഗ്രഹിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇസാക്കിന് ഇതിനു മുൻപ് ഉള്ള കാലങ്ങളിലൊന്നും അനുഗ്രഹം കിട്ടാതെ പോയത്? ഇതുകൊണ്ടൊക്കെയാണ്. അപ്പം കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും തെറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇസ്ഹാക്കിൽ. ഇപ്പം ഈ ഭക്ഷണപ്രിയം മൂലമാണ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ ഭക്ഷണപ്രിയം കൂടി ജഡത്തിൻ്റെ സുഖത്തിൽ, ശരീരത്തിൻ്റെ സുഖത്തിന് മാത്രമായിട്ട് ജീവിക്കുമ്പോൾ, ആനന്ദിച്ച് ജീവിക്കുമ്പോൾ, സുഖമെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് രോഗമില്ലാതിരിക്കുന്ന അവസ്ഥയെന്നല്ല, അതിൽ ആനന്ദിക്കുകയാണ് ഭക്ഷണപ്രിയം എന്ന് പറയുമ്പോൾ. അങ്ങനെ തിന്നു കുടിച്ച് ആനന്ദിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പറ്റുന്നത് പോലെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നും ഇസാക്ക് അറിയുന്നില്ല. അവിടെ റെബേക്ക എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. റെബേക്ക മക്കളെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പം യാക്കോബിനെ മാത്രമായിട്ട് സ്നേഹിക്കുന്നു. യാക്കോബിനെ, അപ്പോൾ റെബേക്കയുടെ ഈ കുതന്ത്രം മനസ്സിൽ കിടപ്പുണ്ട്. ഏശാവിന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ മൂത്ത മകന്, കടിഞ്ഞൂൽപുത്രന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഈ ഇളയവന് വാങ്ങിച്ചു കൊടുക്കണം, താൻ കൂടുതൽ സ്നേഹിക്കുന്നവന്. കാരണം ബാക്കി അനുഗ്രഹങ്ങൾ ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അറിയുന്നു അനുഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇസാക്ക് അറിയുന്നില്ല, ഇസാക്കിനോട് പറയുന്നതുമില്ല. അപ്പോൾ എന്തൊരു കള്ളത്തരമായിട്ട് ഇതെല്ലാം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് കുടില തന്ത്രങ്ങൾ മെനയുകയാണ് റബേക്ക. അപ്പോൾ ഇത് കണ്ടാണ് ഈ യാക്കോബും വളരുന്നത്. അവർ ജോലിക്ക് വിടത്തില്ല, കൂടാരത്തിനോടൊത്ത് തന്നെ താമസിക്കാനായിട്ട് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. മറ്റവൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന വകയാണ് കുടുംബം കഴിയുന്നതുകൊണ്ട്. അവനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഓമനപുത്രനായിട്ട് ഇങ്ങനെ ദേഹത്ത് പൊടിയും ഒഴുക്കും പറ്റാതെയും കാറ്റും വേരും ഒന്നും കൊള്ളാതെയൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ വളർത്തി ഇരിക്കുകയാണ്. അപ്പം ഈ ഭക്ഷണത്തിൽ ശ്രദ്ധയും അതിൻ്റെ ആനന്ദത്തിലും ആയതുകൊണ്ട് ഇസാക്ക് എപ്പോഴാണ് ഇനി മൂത്ത മകൻ കൊണ്ട് വേട്ടയിറച്ചിയും കൊണ്ട് വരുന്ന ആഹാരം തയ്യാറാക്കി തരുന്നത്? റബേക്ക കൊടുക്കുന്ന ആഹാരത്തിനല്ല പ്രിയം, മറ്റേതാണ്. അത് നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, യാക്കോബിന് എങ്ങനെയാണ് എന്തുവാണെന്നൊന്നും. അപ്പോൾ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകവും കൂടെ നഷ്ടപ്പെട്ടു. നോക്കണം, നമ്മൾ ലൗകിക സുഖത്തിൽ ഏതെങ്കിലും ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈ വിവേകമൊക്കെ നഷ്ടപ്പെടും, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും, നമ്മൾ യുക്തിബോധം ഒന്നും പ്രവർത്തിക്കത്തില്ല. അങ്ങനെയാണ് സൂത്രം പ്രയോഗിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത സൂത്രങ്ങളെല്ലാം പ്രയോഗിച്ച് അതുപോലെ ആക്ട് ചെയ്ത് അഭിനയിച്ച് യാക്കോബ് ഏശാവിന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി? ഇസാക്കിന് അങ്ങ് അനുഗ്രഹങ്ങളായിരുന്നു എല്ലാം? അല്ല. ഈ നമ്മൾ കാണുന്നുണ്ട്, ഇസാക്കിന് വയസ്സായി, പ്രായമായപ്പോൾ കാഴ്ച മങ്ങി, ജരാനരകൾ ബാധിച്ചു. അത് അമ്മയ്ക്കും മകനും കുറച്ചുകൂടെ നേട്ടമായിട്ട് അത് ഉപയോഗിച്ചു. കാരണം ഒന്നും അറിയുന്നില്ലല്ലോ, കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ നിയമാവർത്തനം 34:7 പറയുന്നുണ്ട്, മോശയ്ക്ക് കാഴ്ച മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ കണ്ണിൻ്റെ പ്രകാശം മങ്ങുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കാരണം എന്താ? മോശ എപ്പോഴും ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവത്തിൽ നിന്ന് കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക, ഇവിടെ വന്ന് ജനങ്ങളെ അറിയിക്കുക, ഇതായിരുന്നു മോശയുടെ പ്രകൃതം. അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരുന്നുകൊണ്ട് വയസ്സായിട്ടും മറ്റുള്ളവരെ പോലെ ജരാനരകളൊന്നും ബാധിച്ചില്ല, കണ്ണിൻ്റെ പ്രകാശം മങ്ങിയില്ല. അപ്പോൾ അത് ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. മോശ എപ്പോഴും ദൈവസന്നിധിയിലായിരുന്നു കൂടുതലും സമയം. കാരണം കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ, ദൈവം തന്നെ പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇനി അടുത്ത തലമുറകൾക്കും എല്ലാം അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് പുറപ്പാട് 34-ാം അധ്യായത്തിൽ 33, 35 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. മോശ എപ്പോഴും ദൈവസന്നിധിയിലായിരുന്നു, ദൈവം അവനോട് കൂടിയും ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ തന്നെ മോശയുടെ മുഖം എപ്പോഴും ജനങ്ങൾക്ക് മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രകാശം
വമിക്കുന്ന ഒരു മുഖമായിരുന്നു. കണ്ണുകളെല്ലാം പ്രഭാപൂരങ്ങളായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞിരുന്നു, മോശ നേരിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ, അവരോട് വിശദീകരിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് മോശയുടെ മുഖത്തോട്ട് നോക്കാൻ ഞങ്ങൾക്ക് ഭയമാണ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളോട് ദൂരെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പോഴദ്ദേഹം മോശ ഒരു മൂടുപടം അണിയാൻ തുടങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ. ആ മൂടുപടം അണിഞ്ഞും കൊണ്ടാണ് ജനങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എന്താ അത് ദൈവമായിട്ടുള്ള ഗാഢമായ ബന്ധം. പക്ഷേ ഇസ്ഹാക്കിന് ഇതൊന്നും ഇല്ലായിരുന്നു, അത്ര ഗാഠതയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇസ്ഹാക്കിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അടുത്ത വാഗ്ദാന സന്തതിയായിട്ട് എടുത്തിരിക്കുകയായിരുന്നു. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ലോക ജനതകളെ അനുഗ്രഹിക്കാൻ വേണ്ടി എടുത്ത ആളായിരുന്നു. അതുകൊണ്ട് ദൈവം അങ്ങനെ കൈവിടത്തെയൊന്നുമില്ല. ഇസ്മായിലിൻ്റെ ചരിത്രത്തിൽ നമ്മളങ്ങനെയാണല്ലോ, കൈവിടത്തില്ലല്ലോ, ദൈവം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇസ്ഹാക്കിന് ആ ദൈവബന്ധം കുറവാൻ കാരണം എന്താ? ഈ ആഹാര രുചി കൂടിയത് കൊണ്ടാണ്. അപ്പോൾ ശരീര തൃപ്തിക്കായിട്ട് നമ്മൾ ആഹാരം കഴിക്കേണ്ടെന്നൊന്നുമല്ല, ഇന്ദ്രിയ തൃപ്തി, അതുവഴി ഇന്ദ്രിയ തൃപ്തികൾക്ക് വേണ്ടി, പഞ്ചേന്ദ്രിയങ്ങളുടെ ആ തൃപ്തിക്ക് വേണ്ടി മാത്രമായിട്ട് മനസ്സങ്ങനെ എപ്പോഴും വെമ്പിക്കൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക, ആനന്ദിച്ച് എന്നിട്ട് അത് ആനന്ദിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് മക്കളോട് നീതിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അനുഗ്രഹങ്ങളെല്ലാം ഇളയ മോന് യാക്കോബിന് തന്നെ അമ്മയുടെ കൂട്ട് പറഞ്ഞു കൊടുത്ത ആ തന്ത്രങ്ങൾ അവനും അനുകരിച്ച് അങ്ങനെ വന്നപ്പോൾ അതേപടി അനുസരിച്ച് വന്നപ്പോൾ അവനെ ആയിപ്പോയി. അപ്പോൾ നീതി കിട്ടിയോ? പിന്നെ ബോധം വന്നപ്പോൾ പൊട്ടിക്കരയാനേ പറ്റത്തുള്ളൂ. കാരണം താൻ സ്നേഹിച്ചിരുന്ന മകനൊന്നും കിട്ടിയില്ല, ഒരനുഗ്രഹമില്ല, പകരം കുറച്ച് ശാപങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുത്ത് വേണം വളർത്താൻ. അത് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. ഇവിടെ ഇസ്ഹാക്ക് തൻ്റെ സ്വന്തം സുഖം കൊണ്ട്, സുഖം, പ്രിയം കൊണ്ട് ഇവരെ ആരുടെയും കാര്യം അന്വേഷിച്ചില്ല. ഇങ്ങനെ തിന്നും കുടിച്ചും ആനന്ദിച്ചും കഴിയുക. കാരണം ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, മറ്റോ അധ്വാനിക്കുന്നുണ്ട്. അപ്പൻ്റെ സ്വത്തുക്കളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഫിലിസ്തീയ രാജ്യത്തെ ഏറ്റവും വലിയ പ്രഭു, അവിടെ പറയുന്നുണ്ട്, വലിയ പ്രഭുവായിരുന്നു, ശക്തനായ പ്രഭുവായിരുന്നു. ആ സ്വത്തുക്കളെല്ലാം ഉണ്ട്. ഇനിയും അതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീക്ക് അങ്ങ് കീഴടങ്ങി പോകരുത്, അവൾ ആധിപത്യം സ്ഥാപിക്കും, നമ്മളറിയത്തില്ല. കീഴടങ്ങി പോകരുത്, അങ്ങ് സ്നേഹിക്കുക, പ്രേമിക്കുക, അതൊക്കെ ആവശ്യമാണ്, ഏറ്റവും സ്നേഹമായിട്ടിരിക്കണം. പിന്നെയും അങ്ങനെ വരുമ്പോൾ ഉത്തമയായ ഭാര്യ, അവളുടെ സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യ ഭർത്താവിന് ഒരു മകുടമായിരിക്കും, കിരീടമായിരിക്കും എന്ന്. അപ്പോൾ ഇവിടെ റെബേക്ക അങ്ങനെ അഭിനയിച്ചിട്ടേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്തുമാത്രം ചതിപ്രയോഗങ്ങളാണ് ജീവനതുല്യം സ്നേഹിച്ച് അവളുടെ ഓരോ വാക്കുകളും അതേപടി അങ്ങ് കേട്ട് അനുസരിക്കുന്ന ഭർത്താവിനെതിരെ ചെയ്തത് മകന് വേണ്ടി അല്ല, മറ്റൊന്നുമല്ല. അവർ തമ്മിൽ സ്നേഹവും കാര്യവും ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഈ അവലോകനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓരോ ജനതയ്ക്കും വേണ്ടി, എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി, നമ്മൾ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി തന്നെ വേണ്ടുന്ന ഒരു മാർഗനിർദ്ദേശക ഭാഗങ്ങളാണ് ഈ അധ്യായങ്ങളെല്ലാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം ഇസ്ഹാക്കിനോട് താൻ വിളിച്ച് വേർതിരിച്ചതായതുകൊണ്ട് കൈവിട്ടില്ല. അവിടെ നീതിയായിട്ട് തന്നെ കാണിച്ചു. അവിടെ വിളിച്ചവനെ നീതീകരിച്ചു, അവനെ മഹത്വപ്പെടുത്തി, വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവനെ ദൈവം അവസാന കാലത്ത്
മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത ഈ ജനതകളുടെ എല്ലാം പിതാവാകുന്നത് ഇസ്ഹാക്കിലൂടെയാണ് അറിയപ്പെടുന്നത്. എന്നാലും ഇസ്ഹാക്ക് അബ്രാഹത്തേക്കാൾ ഇങ്ങനെയൊക്കെ ആയാലും ദൈവം കൂടുതൽ അനുഗ്രഹിച്ചു. അബ്രാഹത്തേക്കാളും പിതാവിനേക്കാളും 5 വർഷം കൂടുതലായിട്ട് ജീവിച്ചു. ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം മനസ്സിലാക്കേണ്ടത് താൻ തിരഞ്ഞെടുത്തവരെ ഒരിക്കലും ദോഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല. അവർക്ക് ദോഷമുണ്ടാകാൻ അനുവദിക്കുകയില്ല. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളൊക്കെ, കാരണം തന്നെ കണ്ടെത്തി വേണ്ട വിധത്തിൽ ദൈവത്തോട് അടുക്കാത്തതുകൊണ്ട്. പക്ഷേ അത് ആത്യന്തികമായിട്ടുള്ള ഒരു ദോഷം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇസ്ഹാക്ക് ഇങ്ങനെ കൂടുതൽ നാൾ ജീവിച്ചു, ആയുസ് നീട്ടി. ഇത്രയും വയസ്സിന് ആയിട്ട് ജരാതരകളൊക്കെ ബാധിച്ച് കാഴ്ച മങ്ങി. പക്ഷേ ഒരുപാട് വർഷങ്ങൾ പിന്നെയും ജീവിച്ചു. മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും കണ്ടിട്ടാണ് മരണമടഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു മാർഗദർശകമായിരിക്കട്ടെ ഇസ്ഹാക്കിൻ്റെ ഈ ജീവിതകഥ, ഈ ജീവചരിത്രം. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം. ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കേൾക്കണം. അത് ഇടയ്ക്ക് വിട്ടുകളയരുത്, സ്കിപ്പ് ചെയ്ത് വിടരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്തൊക്കെ അയച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കാതിരിക്കരുത്. അത് എല്ലാവരും പഠിക്കട്ടെ. മറ്റുള്ളവർ, ഇപ്പം മറ്റ് മതസ്ഥർ എല്ലാവരും തന്നെ പഠിക്കട്ടെ. എല്ലാവർക്കും അത് അറിയിക്കണം. അതുപോലെ യൂട്യൂബിലും ഇത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിലുള്ളവരായാലും യൂട്യൂബിൽ കണ്ട് അത് അയച്ചു കൊടുക്കുക. ചാനലും പരിചയപ്പെടുത്തുക. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നുള്ള ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ എല്ലാം തന്നെ കാണുന്നതിന് വേണ്ടി അവരെയും പ്രേരിപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.